കേരളത്തിലെ ഒരു മാധ്യമം സമൂഹത്തിൽ നടത്തുന്ന ഏറ്റവും സുപ്രധാനവും അനിവാര്യവുമായ ഇടപെടലാണ് ഖദർ അവാർഡ്. ഈ അവാർഡിൻ്റെ ജൂറി അംഗങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ സൂക്ഷ്മമായ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമായി വന്നിരുന്നു. കാരണം കൃഷി നഷ്ടമാണ്, കൃഷി ചെയ്യാൻ ആളില്ല എന്നത് ഒരു അന്ധവിശ്വാസം പോലെ പടരുന്ന കാലം. അതിൻ്റെ കെടുതികൾ മലയാളികൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ എത്രമാത്രമാണ് എന്ന് ഇൻ്റർനാഷണൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ ഇരകളായി മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൈരളി TV ഖദർ പുരസ്കാരത്തിന് തീരുമാനിച്ചത്. കഴിഞ്ഞ നവംബർ 1 തിരുവനന്തപുരത്ത് ഖദർ പുരസ്കാരദാന ചടങ്ങിൽ മലയാളത്തിൻ്റെ മഹാനടൻ, ഒരുപാട് നന്മയുള്ള കർഷക മനസ്സുകളെ അഭ്രപാളികളിൽ മാത്രമല്ല മനസ്സിലും നിറയെ കർഷക മനസ്സുള്ള ശ്രീ ഭരത് മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒരുപക്ഷെ ആ നവംബർ 1 ശേഷം പങ്കെടുത്ത പൊതുവേദികളിൽ സ്കൂൾ കുട്ടികളോടൊക്കെ ഞാൻ പങ്കുവച്ച ഒരു വാചകം, കർഷകൻ ചേറിൽ കാലുകൾ ആഴ്ത്തുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കൈകൾ ആഴ്ത്തുന്നത് എന്ന്. ഒരുപക്ഷെ ഒരു ദാർശനിക മനസ്സുള്ള, കർഷക മനസ്സുള്ള ഒരാളിൻ്റെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ട ആ വാചകം, അതും ഞങ്ങളെ കൂടുതൽ ജാഗ്രതയുള്ള മനസ്സ് സൃഷ്ടിക്കുന്നതിനിടയാക്കി. ഞങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങൾ നടപ്പാക്കുന്ന ചില സമീപനങ്ങളായിരിക്കും ജൂറിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറയണമെന്ന് ബഹുമാനീയനായ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങളുടെ ഓണം നമ്മുടെ പൂക്കൾ എന്ന പദ്ധതി നടപ്പാക്കി. 50 ഏക്കറിലാണ് പൂപ്പാടം ഒരുങ്ങിയത്. ഓണക്കാലത്ത് അത്തപ്പൂക്കളം ഒരുക്കാൻ വേണ്ടി പൂക്കൃഷി നടത്തിയതല്ല, അത്രയും സ്ഥലത്ത് കൃഷി ചെയ്യാം എന്ന് ചൂണ്ടിക്കാണിക്കുകയും തെളിയിക്കുകയുമായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഇന്ന് ആ 50 ഏക്കറിൽ കോളിഫ്ലവറും ക്യാബേജും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നട്ടുവരികയാണ്. തീർച്ചയായും ഇത്തരം മാതൃക കേരളത്തിലെമ്പാടും വ്യാപിപ്പിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമത്തിന് നേതൃത്വം നൽകുന്ന കർഷകനായ ബഹുമാന്യനായ കൃഷിമന്ത്രി ഈ വേദിയിലുണ്ട് എന്നത് അഭിമാനകരമാണ്. ഇത്തവണ ഞങ്ങൾ കർഷകരുടെ എൻട്രികൾ പരിശോധിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1000-ലധികം അപേക്ഷകളാണ് ലഭ്യമായത്. ആ അപേക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന കർഷകരെയല്ല അന്വേഷിച്ചത്, ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ചെയ്യുന്ന ആളുകളെയല്ല ഞങ്ങൾ അന്വേഷിച്ചത്. പ്രതികൂലതകളെ അതിജീവിച്ചുകൊണ്ട്, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഏറ്റവും മാതൃകാപരവും അനുകരണീയവുമായ കാർഷിക മാതൃകകൾ സ്വീകരിക്കുന്ന ആളുകളെ കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതോടൊപ്പം ഞങ്ങൾ കണ്ടെത്തിയ അന്തിമഘട്ടത്തിൽ വിജയത്തോടടുത്ത എല്ലാ കർഷകരും പറഞ്ഞ ഒരു കാര്യം, അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി കാട്ടുമൃഗങ്ങളുടെ ആക്രമണമാണ്. ആ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന കർഷകരെ ജൂറിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കാൻ കൃഷിയിൽ വിജയിക്കപ്പെട്ട മാതൃകകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും അവർ മലയാളി മാതൃകകളാണ് എന്ന് ലോകത്തോട് പറയാനും കഴിയണം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചുകൊണ്ട് ജൂറിയുമായി സഹകരിച്ച എല്ലാവർക്കും ജൂറിക്ക് വേണ്ടി. അതോടൊപ്പം ഒരു കാര്യം, ഞങ്ങളുടെ ഈ അന്വേഷണത്തിന് ഒരു ഫലപ്രാപ്തി ഉണ്ടായത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കാർഷിക വിദഗ്ധനായ ശ്രീ
GS ഉണ്ണികൃഷ്ണൻ നായർ സാറിൻ്റെ അറിവും അഗാധമായ പാണ്ഡിത്യവുമാണ്, അനുഭവ പാരമ്പര്യവും കൂടിയാണ് എന്നതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂറിയുമായി സഹകരിച്ച എല്ലാവർക്കും ജൂറി കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ.